ഇന്നൊരു ഞായറാഴ്ച ദിവസം. പൊതുവെ നേരം വൈകി എണീറ്റ് എവിടെ നിന്ന് തുടങ്ങണമെന്ന് മട്ടി പിടിച്ച് നിൽക്കുന്ന ദിവസം. ഇന്നത്തെ ദിവസം എനർജറ്റിക് ആയി തുടങ്ങാൻ എനിക്കൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. കാത്തിരിപ്പിൻ്റെ ഓരോ വളർച്ചയും അവസാനം പൂവായി വിരിഞ്ഞു നിൽക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് മാത്രമല്ല, ഇനിയും കോളിഫ്ലവർ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു കൊതുകുവലയ്ക്കുള്ളിൽ കാണുന്നതൊക്കെ പൂവുണ്ടായി വരുന്നുണ്ട്. കൊതുക് അടിക്കാനിരിക്കാനല്ല കേട്ടോ ഈ വലയ്ക്കുള്ളിലാക്കിയത്. അതിനേക്കാളും വലിയ ഒരാളുണ്ട്. മയിലിനെ പേടിച്ചിട്ടാണ് ഇതൊക്കെ ഈ വലയ്ക്കുള്ളിൽ വെച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ കൊതുക് വല. കാരണം ഇതാകുമ്പോൾ നമുക്ക് അങ്ങോട്ട് വെച്ചാൽ മതി. കട്ടിലിൻ്റെ മേലെ ആയാലും അളവെടുത്ത് നമുക്ക് ഓർഡർ ചെയ്യാം, എന്നിട്ട് അവിടേക്ക് വെച്ചാൽ മതി. പിന്നെ ഇത് കഴിഞ്ഞ് ഒന്ന് ഡാമേജ് ആകുമ്പോഴും ഇങ്ങനെയുള്ള ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാനത് ഉപയോഗിക്കാറുണ്ട്. ഇത് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. മയിലിനെ കണ്ട സമയത്ത് അതിൻ്റെ ഭംഗി കണ്ട് നോക്കി നിന്നിട്ടുണ്ട്. പക്ഷെ പിന്നെയാണ് അപ്പുറത്തുള്ള ഭീകരമായിട്ടുള്ള മുഖം നമുക്കങ്ങോട്ട് മനസ്സിലായത്. മയിലാക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരു ക്യാബേജാണ് കേട്ടോ അത്. ഇതിപ്പോൾ ഞങ്ങളുടെ കൂടെ കൂടിയിട്ട് 1 വർഷം കഴിഞ്ഞു. പിന്നെ ഈ ഉള്ളി കണ്ടോ, ഈ ഉള്ളി എന്ന് പറയുമ്പോൾ എനിക്ക് കുഴിച്ചിട്ട് മടുത്തൊരു സാധനമാണ്. സാധാരണ ഞാൻ അങ്ങനെ ചാണകപ്പൊടിയും എല്ലാം സാധനങ്ങളും കൂടി കൂട്ടി കുഴച്ചൊക്കെ ഇടുമ്പോൾ ശരിക്കും അത് ഉണ്ടാവാറില്ല. ഈ നമ്മൾ സാധനം വാങ്ങിച്ചപ്പോൾ അതിൽ മുളച്ച ഉള്ളി കണ്ടപ്പോൾ വെറുതെ ഒന്ന് ഗ്രോ ബാഗിൽ ഇട്ടതാണ്. അപ്പോൾ അത് വലുതായി. പിന്നെ ഈ തക്കാളി കണ്ടോ, ഇത് ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ടായതല്ല, കഴിഞ്ഞ കൊല്ലത്തെ ഗ്രോ ബാഗിൽ മുളച്ചതാണ്. അപ്പം മൂപ്പര് ഇഷ്ടത്തിന് വളർന്നോട്ടെ എന്ന് വിചാരിച്ചു. കഴിഞ്ഞ കൊല്ലം ഞാൻ നല്ലപോലെ ഉണ്ടാക്കിയ സമയത്ത് അത് കായകളൊക്കെ വന്നപ്പോഴത്തേക്കും മുഴുവനായിട്ട് ചെടി നശിച്ചു പോയി. അതുകൊണ്ട് ആ ഒരു വിഷമം കൊണ്ട് ഇപ്രാവശ്യം ഞാൻ വലുതായിട്ടൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. അതിൽ ഈ വെണ്ടയ്ക്ക ഉണ്ടായിട്ട് അത് ഒടിഞ്ഞു പോയിരുന്നു. പിന്നെ ആ ഒടിഞ്ഞ ഭാഗത്തുനിന്ന് വീണ്ടും കുറേ ശാഖകളൊക്കെ ഉണ്ടായി. അപ്പോൾ അതിലൊക്കെ വെണ്ടയ്ക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇനിയും കുറേ സന്തോഷങ്ങളുണ്ട് കേട്ടോ. ഈ മുളകായാലും കറിവേപ്പായാലും ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇനി വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ എനിക്ക് എല്ലാത്തിനും എൻ്റെ വാല് പോലെ എന്നെ സഹായിക്കുന്ന ഒരാളും കൂടി ഉണ്ട്, എൻ്റെ മോള്. മൂപ്പര് സോപ്പിട്ട് കൂടെ കൂട്ടിയിട്ടാണ് പലപ്പോഴും ഞാൻ ഈ ചെടികളെടുത്ത് വരാറുള്ളത്. കുറച്ചൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞ് ഒന്ന് നടക്കുമ്പോഴത്തേക്കും എൻ്റെ ദിവസം എനിക്ക് നല്ലൊരു പോസിറ്റീവായിട്ട് തുടങ്ങാൻ കഴിയും. അപ്പം നിങ്ങളുടെ ഒരു ദിവസം പോസിറ്റീവായി തുടങ്ങുന്നത് എങ്ങനെയാണ്?